കാർഷിക വാർത്തകൾ. യുദ്ധ സാഹചര്യത്തിൽ അയവ് വന്നതോടെ അന്താരാഷ്ട്ര തദ്ദേശീയ റബ്ബർ വിലയിൽ കുറവ്. കൃഷിക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്ന കിലോഗ്രാമിന് 300 രൂപയെന്ന കടമ്പ കടന്ന വില മുന്നോട്ടു പോയെങ്കിലും പിന്നീട് അന്താരാഷ്ട്ര വിപണിയിൽ ഇടിവാണ് കണ്ടത്. ബാങ്കോക്ക് വിപണിയിൽ RSS 4 ഗ്രേഡിന് വില 295 രൂപയിലേക്ക് താഴ്ന്നു. തദ്ദേശീയ വില RSS 4-ന് 265 രൂപയാണ്. 270 രൂപ വരെ വന്ന ശേഷമാണ് ഈ ഇറക്കം. യുദ്ധ സാഹചര്യത്തിൽ പരമാവധി ചരക്കെടുക്കുകയെന്ന നയം ടയർ കമ്പനികൾ സ്വീകരിച്ചിരുന്നു. കപ്പൽ യാത്രാ പ്രശ്നങ്ങളും കണ്ടെയ്നർ ക്ഷാമവും അവരെ അലട്ടിയിരുന്നു. എന്നാൽ സ്ഥിതി അയഞ്ഞതോടെ വാങ്ങൽ ജാഗ്രതയോടെയാക്കി. ഇടനിലക്കാരും ലേശം പിന്മാറി നിന്നു. വൻതോതിൽ ചരക്ക് ബുക്ക് ചെയ്തവർ അതൊഴിവാക്കി. ഇന്ത്യയിലെ വലിയ ഉൽപാദകരായ കേരളത്തിൽ മൺസൂൺ ദുർബലമായത് ടാപ്പിംഗ് മെച്ചപ്പെടുത്തി. ചരക്ക് വരവ് മെച്ചപ്പെട്ടു. ഇതാണ് ഇവിടെ വില കുറയാൻ ഇടയാക്കിയത്. ജൂൺ 4-ന് അന്താരാഷ്ട്ര വില 300 കടന്ന് കുതിപ്പായിരുന്നു. 16-ന് 307 രൂപ വരെ എത്തി. ഈ സമയം തദ്ദേശീയ വില 270 രൂപ വരെ വന്നിരുന്നു. കേരളത്തിൽ വില 300 കടന്ന് മുന്നോട്ടു പോകുമെന്ന് കരുതിയെങ്കിലും കാര്യമായ കുതിപ്പുണ്ടായില്ല. തിരുത്തലുകൾ താൽക്കാലികമാണെന്നാണ് ഉൽപാദക രാജ്യങ്ങളുടെ വിലയിരുത്തൽ. മരങ്ങളുടെ രോഗം, മഴ, പുനർകൃഷിയുടെ കുറവ് എന്നീ കാരണങ്ങളാൽ ഇക്കൊല്ലം വില 350 കടക്കുമെന്നാണ് ലോകബാങ്ക് വിലയിരുത്തിയത്. കർഷകർ പ്രതീക്ഷയോടെ മുന്നോട്ടു പോയി ഇപ്പോഴത്തെ വിലയുടെ നേട്ടം സ്വന്തമാക്കണം എന്നാണ് ബോർഡും ശുപാർശ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കാലവർഷം ശക്തമായിട്ടും നാളികേര കർഷകർക്ക് ആശ്വാസമില്ല. തമിഴ്നാട്ടിൽ കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയരുമ്പോൾ കേരളത്തിൽ വിപണി നിശ്ചലമായത് കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. കാൽ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ നാളികേര മേഖല കടന്നുപോകുന്നതെന്നാണ് കാർഷിക മേഖലയിലെ വിലയിരുത്തൽ. സാധാരണയായി കാലവർഷക്കാലത്ത് കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില ഉയരാറുണ്ടെങ്കിലും ഇത്തവണ കേരളത്തിലെ വിപണി നിശ്ചലാവസ്ഥയിലാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി കൊച്ചി ടെർമിനൽ മാർക്കറ്റിൽ കൊപ്ര വില കിൻഡലിന് 12,900 രൂപയിൽ തുടരുകയാണ്. മറുവശത്ത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ 15 ദിവസത്തിനിടെ വെളിച്ചെണ്ണയ്ക്ക് കിൻഡലിന് 1,650 രൂപയും കൊപ്രയ്ക്ക് 1,050 രൂപയും വില വർദ്ധിച്ചു. എന്നാൽ ഈ വിലക്കയറ്റത്തിന്റെ നേട്ടം കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വില വർദ്ധിപ്പിക്കാതെ മില്ലുടമകൾ ചരക്ക് സംഭരിക്കുകയാണെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. ഉൽപാദന ചെലവ് ഉയർന്ന സാഹചര്യത്തിൽ മെച്ചപ്പെട്ട വില പ്രതീക്ഷിച്ചിരുന്ന കർഷകർക്ക് നിലവിലെ വിപണി സ്ഥിതി തിരിച്ചടിയായി. മഴ ശക്തമായോടെ തേങ്ങാവെട്ടലും കൊപ്ര നിർമ്മാണവും മന്ദഗതിയിലായിട്ടും വിപണിയിൽ ആവശ്യത്തിന് വിലക്കയറ്റം ഉണ്ടാകാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ ആയിരക്കണക്കിന് നാളികേര കർഷകരുടെ വരുമാനത്തെ ബാധിക്കുന്ന ഈ സാഹചര്യം വിപണിയിലെ അസാധാരണ പ്രവണതയായാണ് കാർഷിക വിദഗ്ധർ വിലയിരുത്തുന്നത്. വിലയിലെ അനിശ്ചിതത്വം തുടരുന്നത് കർഷകരുടെ ആശങ്കയും വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കാലവർഷം ദുർബലമായതോടെ പാലക്കാട്ടെ നെൽകൃഷി പ്രതിസന്ധിയിൽ. വെള്ളമില്ലാതെ ഒന്നാം വിള കൃഷി മുടങ്ങുമ്പോൾ മഴ കാത്ത് ആശങ്കയിൽ കഴിയുകയാണ് കർഷകർ. കാലവർഷം ദുർബലമായതോടെ പാലക്കാട്ടെ നെൽകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഒന്നാം വിള നെൽകൃഷിക്കുള്ള പണികൾ യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാതെ പലരും ആശങ്കയിലാണ്. ആവശ്യത്തിന് മഴ ലഭിക്കാത്തതിനാൽ ഞാറ്റടി തയ്യാറാക്കുന്നതും പറിച്ചു നടുന്നതും വൈകുകയാണ്. കനാലുകളിൽ വെള്ളമില്ലാത്തതും തിരിച്ചടിയായി. ഇടയ്ക്ക് ലഭിക്കുന്ന മഴ പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടിനിർത്താൻ പര്യാപ്തമാകുന്നില്ല. മൂപ്പെത്തിയ ഞാറ്റടികൾ സമയത്ത് പറിച്ചു നടാൻ കഴിയാത്തത് വിളവിനെയും ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. ഇതിനിടെ വളങ്ങളുടെ വിലവർധനയും തൊഴിലാളി ക്ഷാമവും കർഷകരുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൃഷിപ്പണിക്ക് കൂടി വിനിയോഗിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.